ഞാൻ കുബേര മന്ത്രം ഒന്ന് ഇവിടെ ചൊല്ലാം. കുബേരനാരാണ്? സമ്പത്തിൻ്റെ അധിപതിയാണ്. അപ്പം നമ്മൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ, കടബാധ്യതകൾ, ബിസിനസ്സിൻ്റെ പുരോഗതി ഇല്ലായ്മ, ഇവയ്ക്കൊക്കെ നമ്മൾക്ക് ഈ കുബേര മന്ത്രം ഒന്ന് ചൊല്ലാവുന്നതാണ്. അപ്പോൾ കുബേരൻ ആര്? സമ്പത്തിൻ്റെ രാജാവാണ്. അപ്പോൾ ആ കുബേര മന്ത്രം ഞാനൊന്ന് ചൊല്ലാം. അത് നമ്മൾക്ക് രാവിലെ കുളിച്ച് ശുദ്ധമായി ഒരു 108 പ്രാവശ്യം ഈ കുബേര മന്ത്രം ചൊല്ലാം. കുബേരനെ മുന്നിലിരുത്തിയത് കുബേര പ്രതിമ ഉണ്ടെങ്കിൽ ഒരു താമരപ്പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂവോ ഒക്കെ വെച്ച്, പക്ഷേ സാധാരണ കുബേരന് കിഴക്ക് അഭിമുഖമായോ വടക്ക് അഭിമുഖമായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിലിരുന്ന് 108 പ്രാവശ്യം, ഈ 108 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി ജപമാല ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾക്ക് എണ്ണം പിടിക്കാൻ കഴിയും. അപ്പോൾ ആ കുബേര മന്ത്രം ഞാനിന്നിവിടെ ചൊല്ലുകയാണ്. ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയേ ധനധാന്യ സമർത്ഥിം മേ ദേഹി ദാപയ സ്വാഹ. ഇതാണ് കുബേര മന്ത്രം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുബേരൻ എന്ന് വെച്ച് കുബേരനിൽ നിന്നാണ് തിരുപ്പതി ഭഗവാൻ പത്മാവതിയെ വിവാഹം കഴിക്കാനായിട്ട് പണം കടം വാങ്ങിച്ചത്. അപ്പോൾ ആ കടം തീർക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ തിരുപ്പതി ഭഗവാന് അവിടെ ചെന്ന് തൊഴുമ്പോൾ ഉടിയിൽ പണം ഇടുന്നത്. അങ്ങനെയും ഒരു ഐതിഹ്യ കഥ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, യക്ഷന്മാരുടെ രാജാവാണ് കുബേരൻ. അപ്പോൾ വിശ്രവസിൻ്റെ പുത്രനാണ് രാവണൻ. അപ്പോൾ രാവണൻ്റെ ജ്യേഷ്ഠനാണ് കുബേരൻ. ലോകത്തിലെ എല്ലാ സമ്പത്തിൻ്റെയും സംരക്ഷകനും ഐശ്വര്യത്തിൻ്റെ അധിപനുമായ സാക്ഷാൽ കുബേരനെ ഞാൻ വണങ്ങുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അത് 108 പ്രാവശ്യം നമ്മൾക്ക് ചൊല്ലാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയുമാരാണ്? ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. അപ്പോൾ ആ ലക്ഷ്മി ദേവിക്കും ഈ ഒരു മന്ത്രം നമുക്ക് നെയ്വിളക്ക് കത്തിച്ചു വെച്ച് കുബേരം ലക്ഷ്മി മന്ത്രം ചൊല്ലാവുന്നതാണ്. ആ ലക്ഷ്മി മന്ത്രം ഞാനിന്ന് ഇവിടെ ചൊല്ലാം. ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മീ മമ ഗൃഹേ ധനം പുരായ നമഃ. ഇതാണ് ലക്ഷ്മി കുബേര മന്ത്രം. അപ്പം ഈ കുബേര മന്ത്രവും ലക്ഷ്മി കുബേര മന്ത്രവും ദിവസം 108 പ്രാവശ്യം ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ്. സമ്പത്തിൻ്റെ അധിപനായ കുബേരമന്ത്രം നമുക്ക് 108 പ്രാവശ്യം ചൊല്ലുക. നമ്മളുടെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. ഇതാണ് കുബേര മന്ത്രം. ഹരേ കൃഷ്ണ.